ലഹരിക്കെതിരെ പ്രതിരോധവുമായി പാറപ്പുറം മെക്ക യു.പി. സ്കൂളിൽ ഫുട്ബോൾ ആരവം. മെക്ക ട്രസ്റ്റ് ചെയർമാൻ എം.എ. മൂസ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ 18 വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മിഷാലിനെ ആദരിച്ചു. ലഹരിക്കെതിരെ പ്രതിരോധമുയർത്തി പാറപ്പുറം മെക്ക യു.പി. സ്കൂളിൽ ഫുട്ബോൾ ആരവം ഉയരുന്നു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളെ സ്പോർട്സിലേക്കും കലയിലേക്കും പഠനത്തിലേക്കും വഴിതെളിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് തണ്ടർ കിക്ക് 2026 എന്ന പേരിൽ ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചത്. മെക്ക ട്രസ്റ്റ് ചെയർമാൻ എം.എ. മൂസ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധമായ ആഗോള തലത്തിൽ ഒക്കെ നടക്കുന്ന പല പരിപാടികളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെയും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു ലഹരിക്കെതിരായിട്ടുള്ളൊരു പ്രചരണം ഉദ്ദേശിച്ചുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ലഹരിക്കെതിരായ ചില പ്രകടനങ്ങളൊക്കെ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. പല പരിപാടികളും രാജ്യത്ത് അതിനെതിരായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സഹകരിക്കാറുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പരിപാടികൾ പലതും നടത്താറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നും നടന്നത്. അതിനോടനുബന്ധിച്ച് ഇന്ന് ഫുട്ബോളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഒരു ഉദ്ഘാടനവും കൂടി നടത്തിയാണ് അത് ഇവിടെ കണ്ടത്. അതിൻ്റെ പ്രകടനമാണ്. ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി മുഹമ്മദ് സലീം കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ 18 വിഭാഗത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട മുഹമ്മദ് മിഷാലിനെ ആദരിച്ചു. പ്രധാന അധ്യാപിക നിഷാമോൾ കെ.എം. ആമുഖ പ്രഭാഷണം നടത്തി. 1980 മെക്ക യു.പി. സ്കൂള് മെക്ക ട്രസ്റ്റിൻ്റെ കീഴിൽ സ്ഥാപിതമായത്. അന്നു മുതൽ ഇന്ന് വരെ ഇന്ന് യു.പി. സ്കൂളാണ്. 20ഓളം അധ്യാപകരും 250ഓളം സ്റ്റുഡൻസും ഇന്നിവിടെ പഠിക്കുന്നു. എല്ലാ വർഷവും നമുക്ക് ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയും നമ്മുടെ പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം ഗോപാലകൃഷ്ണൻ സാറാണ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തത്. ഈ അധ്യയന വർഷം എക്സൈസിൻ്റെ പ്രിവെൻറ്റീവ് ഓഫീസർ സിദ്ദീഖാണ് ഈ 25-ാം തീയതി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഇത് പഠനം, കല, സാഹിത്യം, സ്പോർട്സ് ഇത് ഒരു ലഹരിയാണ്. അതിലേക്കാണ് നമ്മൾ കുട്ടികളെ വഴിതിരിച്ചു വിടേണ്ടത്. ട്രസ്റ്റ് മെമ്പർ ഷമീർ കെ.പി., പ്രസിഡന്റ് അൻസാർ എം.കെ.പി., എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയ സുൽഫിക്കർ, അനസ്, മാഹിൻ, ഭീമ, അധ്യാപകരായ സജീന, സജിത, സ്മിത എന്നിവർ പങ്കെടുത്തു. വേൾഡ് മുഴുവൻ ഫുട്ബോളിൻ്റെ ലഹരിയിലാണ്. അതേ സമയത്ത് തന്നെ കേരള ഗവൺമെൻറ് തൂഫാൻ ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം. ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ധാർമ്മികമായിട്ട് കുട്ടികളെ ലഹരിയിലേക്ക് പോകാതെ ധാർമ്മികമായിട്ട് ആത്മീയമായ തലങ്ങളിലേക്ക് കുട്ടികളെ ഉറപ്പിച്ചു നിർത്താനുള്ള പരിപാടി നടക്കുന്നുണ്ട് അക്കാഡമിക് ലെവലിൽ. ഒപ്പം തന്നെ ഇത്തരം ഒരു ഫിഫ വേൾഡ് കപ്പിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ ലഹരിയെ എങ്ങനെ ഒരു മാസ്മരികമായ ഫുട്ബോളിൻ്റെ ലഹരിയിലേക്ക് തിരിച്ചുവിടാൻ പറ്റും എന്നുള്ള ഒരു പ്രോഗ്രാമായത്. ഇതിന് എല്ലാ ടീച്ചർമാരുടെയും കുട്ടികളുടെയും PTA ട്രസ്റ്റ് എല്ലാവരും കൂടി ഒന്നിച്ചാണ് പരിപാടി നടക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താളം ആശാൻ സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളായ അബ്ദുൾ അസീസും അൻവറും കുട്ടികളുടെ മാച്ച് നിയന്ത്രിച്ചു. ഏതായാലും ഇത് ഇവിടെ സംഘടിപ്പിച്ച ഈ സ്കൂൾ ഭാരവാഹികൾ എനിക്ക് പറയാനുള്ളത് സ്കൂൾ തലത്തിൽ തന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മുന്നോട്ട് പോയാൽ കുട്ടികളെ ഒരു വിധമല്ല ഒരു 90% നമുക്ക് കുട്ടികളെ ഈ ലഹരി മാഫിയയിൽ നിന്നൊക്കെ രക്ഷിക്കാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് എനിക്കൊരു മെസ്സേജ് തരാനുള്ളത് രക്ഷിതാക്കൾക്കാണ്. രക്ഷിതാക്കൾ ഇങ്ങനെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പ്രഷർ കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക, ഒരു പ്രചോദനം നൽകുക. ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇവിടെ ഇത് സംഘടിപ്പിച്ച ഈ സ്കൂൾ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് 1980 മെക്ക ട്രസ്റ്റിന്റെ കീഴിൽ സ്ഥാപിതമായ മെക്ക ഇംഗ്ലീഷ് മീഡിയം യു.പി. സ്കൂളിൽ 150ഓളം വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത്. 20ഓളം അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുകയും കലോത്സവങ്ങളിലും കായിക മത്സരങ്ങളിലും അഭിമാനകരമായ വിജയം കരസ്ഥമാക്കുകയും ചെയ്യുന്ന ഈ സ്കൂൾ പെരുമ്പാവൂർ സബ് ജില്ലയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ തൂഫാൻ ആഞ്ഞടിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ സ്കൂളുകളിലും ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രോഗ്രാമിൻ്റെ അതേ
സെയിം രീതിയിലുള്ള പ്രോഗ്രാമാണ് നമ്മുടെ സ്കൂളിലും നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരെ ഒരു കിക്ക് ചെയ്തുകൊണ്ട് ഒരു സന്ദേശം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന ഈ സമയത്ത് തന്നെ മെക്ക സ്കൂളിൻ്റെ ഈ കുട്ടികൾ, എല്ലാ കുട്ടികളും ഫുട്ബോൾ കിക്ക് ചെയ്തുകൊണ്ട് ലഹരിക്കെതിരെ പോരാടും എന്ന് ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.